Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം പൊരിച്ചതാണ് അല്ലെങ്കിൽ ഡേറ്റ്സ് ഫ്രൈ. ഇതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈന്തപ്പഴം ഞാനൊരു 15 എടുത്തിട്ടുണ്ട്. മൈദ 1/2 കപ്പ്, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം, ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, കളറിന് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇത് ബദാമാണ്, ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതേപോലെ പിസ്ത, കാഷ്നട്ട്, പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, പിന്നെ നമുക്ക് പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ, എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ ഇടാം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പൊരിച്ചത് റെഡിയാക്കി തുടങ്ങാം. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് ബാറ്റർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചാൽ 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പഞ്ചസാര, ഇതെല്ലാം കുറച്ച് വെള്ളമിട്ട് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഒരു പൊടിക്ക് ഉപ്പിടുന്നുണ്ട്. കണ്ടോ, ഈ കൺസിസ്റ്റൻസിയാണ്. നമുക്കിത് മുക്കി ഡേറ്റ്സിനകത്ത് മുക്കി പൊരിക്കാനുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഡേറ്റ്സ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഡേറ്റ്സ് ഒരെണ്ണം എടുക്കുക, ഇത് നടുക്കോട്ട് തുറക്കുക, ഇതിൻ്റെ അകത്ത് കുരു എടുത്ത് മാറ്റി വെക്കുക. നമുക്ക് ഈ കുരു വേണ്ട, പകരം ഇതിൻ്റെ അകത്ത് നമ്മൾ 3 നട്ട്സ് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വെക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കാഷ്നട്ട് മാത്രം ഇട്ട് വെക്കാം, അല്ലെങ്കിൽ പിസ്തയോ അല്ലെങ്കിൽ ബദാമോ മാത്രം ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇത് 3ഉം ചേർത്തും വെക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് വെക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 3ഉം ചേർത്ത് വെക്കുന്നുണ്ട്. ഇതൊരെണ്ണം, അതേപോലെ അടുത്തത് തുറക്കാം. ഇതിനകത്ത് ബദാം മാത്രമായിട്ട് വെക്കാം, അല്ലെങ്കിൽ ബദാമും പിസ്തയും വെക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുപോലെ വെക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് 3ഉം ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 3ൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് കാണിക്കാം. ഞാൻ ഇതുപോലെ എല്ലാ 15 ഇതുപോലെ നട്ട്സ്, ഓരോ നട്ട്സ് നിറച്ച് ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കണം. ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ ഓരോ ഡേറ്റ്സ് ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പോകും. ഇതിപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു സൈഡ് ആയായിരുന്നു, ഞാനപ്പോൾ തിരിച്ചിട്ടായിരുന്നു. ഇനി ഇത് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് പോരാം. ഇതിപ്പോൾ വറുത്ത് പോരാനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇവിടെ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ എടുക്കാൻ പോകും.
ഇതേപോലെ 15 എണ്ണം ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കി ഉള്ള ഡേറ്റ്സ് എല്ലാം ഇതുപോലെ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റി ഞാൻ കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഈന്തപ്പഴം പൊരിച്ചത് അഥവാ ഡേറ്റ്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈന്തപ്പഴം പുറമേ നല്ല മൊരുമൊരുപ്പും അകം നല്ല സോഫ്റ്റ് ഡേറ്റ്സും അതിൻ്റെ അകത്ത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു നട്ട്സിൻ്റെ ബൈറ്റും കിട്ടും. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.